sky. Let your love fly. സ്റ്റോറിനകത്ത് പോവാം. ടൈറ്റിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതെ, ഹീറോയിൻ്റെ പേര് അനു. അതെ, അനു കാണാൻ നല്ല ക്യൂട്ടായിട്ട് ഈ ഫോട്ടോത്തിൽ കാണുന്ന മാതിരി അനുവിൻ്റെ ബട്ടർഫ്ലൈ ടാറ്റോ ഉണ്ട്. ആർമി ഗേളാണ്, ഇന്ത്യ ഗേളാണ്. നമുക്ക് സ്റ്റോറിയിലോട്ട് പോവാം. ഹീറോമാർ എപ്പോഴും ആഡേഴ്സാണ്. നമുക്ക് ഹീറോയിനെ നോക്കാം ഇപ്പോൾ. അനു അനു ആ എന്ത് പറ്റമ്മ? അനു, നിനക്ക് കോളേജ് ലേറ്റായില്ലേ? അമ്മ. അനു, നിനക്ക് കോളേജ് ലേറ്റായില്ലേ? ലേറ്റായി അമ്മ, സോറി അമ്മ. ശരി അനു, നീ എടുത്ത് പോ. അനു എന്ത് പറ്റാ? അച്ഛന് പോകുന്നില്ലെന്ന്. എന്താ നീ പറയണത്? അച്ഛാ കമ്പനിക്ക് എന്താ വെച്ചിട്ട്? അച്ഛൻ കമ്പനിക്ക് പോകുന്നില്ല. ഇല്ലടി, ഇന്ന് ലീവാ മോളെ. അച്ഛന് കുറച്ച് ജോലിയുണ്ട്. ശരി അമ്മ. അച്ഛാ ഞാൻ പോവാ, ബായ്. ശരി. നിങ്ങളെന്താ ഓഫീസിൽ പോവാത്തത്? എന്താ ഓഫീസിൽ പോകാൻ പറഞ്ഞാ? ഇപ്പം നിൻ്റെ ചേട്ടൻ ഇപ്പോൾ വരും. ഹായ്, ഹലോ റോസ്. എന്താടാ പറ്റി? ചേട്ടാ എങ്ങനെയുണ്ട്? സുഖം തന്നെയാണ് മോളെ ലക്ഷ്മി. നിനക്കെങ്ങനെ? ശരിയാ ചേട്ടാ. മോളെവിടെ? മോളിപ്പോൾ പോയത്രേ ചേട്ടാ. ശരി, ഓക്കെ. എന്താടാ നീ വിളിച്ചത്? ഒന്നുമില്ലടാ മച്ചാ, നമ്മളെ കമ്പനിക്കൊരു ബിസിനസ് ട്രിപ്പ് പോകാനുണ്ട്. കമ്പനി ട്രിപ്പാ? അല്ലടാ, K-pop ഐഡൽസ് അറിയൂ? BTS മെമ്പർ 47 അവർ ഇന്ത്യയൊക്കെ വരാൻ പോവാ. എന്താടാ നീ പറഞ്ഞേ? അതെടാ, അത് എന്നോട് പറയാൻ വന്നതാ. നീ എന്താ ലീവ് എടുത്തത്? ഒന്നുമില്ലടാ, എന്തോ ഒരു ടെൻഷനായിരുന്നു. ഒരു ജോലി എന്താ പറഞ്ഞാ? അതെടാ, ഞാൻ നിന്നോട് ഒരു കാര്യം പറയാൻ വന്നതാ. എന്താ? നിൻ്റെ വീട്ടിൽ അവർ താമസിക്കൂ. എന്താടാ മച്ചാൻ പറയാ? ഇല്ലടാ, അവർക്ക് ഒന്നും സെറ്റാവില്ലടാ. എൻ്റെ വീട്ടിൽ പറഞ്ഞാൽ ഒന്നും സെറ്റാവില്ല. എൻ്റെ വൈഫിനും കാര്യം എനിക്ക് നന്നായിട്ട് അറിയുമല്ലേ. ശരി, ഓക്കെ. ഇവിടെ താമസിച്ചാൽ നിനക്കൊന്നും പ്രശ്നമില്ലല്ലോടാ? ഒരു പ്രശ്നമില്ലടാ. ഓൾറെഡി ഇവിടെ നിറയെ റൂമുണ്ട്. ശരി, ഓക്കെ, റൂം കൊടുക്കാം അങ്ങനെ പറഞ്ഞു. എപ്പോഴാ വരാം? നാളെ വരാം. ശരി, ഓക്കെ. അച്ഛാ എന്താടാ ആറ്റി? അച്ഛാ ഇന്ന് ചേച്ചി ട്രിപ്പ് പോവാ. അച്ഛനൊക്കെ മറന്നോ? അയ്യോ, അതും മറന്നു പോയല്ലോ. എന്താടാ പറ്റി? ഇല്ലടാ, ഇന്ന് എൻ്റെ മകൾ ട്രിപ്പ് പോവാ ബസ്സിൽ. അവരിപ്പോൾ വരും. ശരി, ഓക്കെ. ഇല്ലടാ, അത് എൻ്റെ ഫാമിലി മാരേജാടാ, അങ്ങനെ പോവാണ്. എൻ്റെ മകൾ മാത്രമേ പോവാണ്. എന്താണ് ഞാൻ പറഞ്ഞ? വൈഫ്? ഇല്ലടാ, ഫാമിലി മാരേജ് പറഞ്ഞാൽ ഒരു മാരേജാണ്. എൻ്റെ മകളും പിന്നെ ഇവർ രണ്ടുപേരും പോവാ അന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതെടാ, മാരേജൊക്കെ അവളോട് എനിക്ക് വരാൻ പറ്റില്ല. അവളോട് ജോലിയുണ്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ. ശരി, ഓക്കെ. അച്ഛാ ഞാൻ റെഡി, ഞാൻ പോയിട്ട് വരാം. ശരി മോളെ, ബസ്സിൽ സൂക്ഷിക്കണം. ശരി അച്ഛാ. അങ്കിൾ ബസ് റെഡിയോ? ഇതാ ഈ ബസ്സിലാണ് പോകുന്നത്, ഫോട്ടോ അതിൽ കാണുന്നത്. അങ്ങനെ ബസ്സിൽ കയറിയിട്ട് എല്ലാവരും പോയി. അങ്ങനെ BTS മെമ്പർ വരാൻ എനിക്ക് കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞായിരുന്നു. അതെ, BTS മെമ്പർ അങ്ങനെ ഇന്ത്യയൊക്കെ എത്തി. ഇന്ത്യയിൽ എത്തി. അങ്ങനെ അവിടെ ഹീറോയിൻ്റെ മോമിൻ്റെ ചേട്ടനാണ്. അങ്ങനെ വെയിറ്റ് ചെയ്തു. ഹായ് ബോയ്സ്, ഹായ് അങ്കിൾ. ഓക്കെ അല്ല അങ്കിൾ? എല്ലാം ഓക്കെയാണ്. നിങ്ങൾ വീട്ടിൽ താമസിക്കുക. അവരെ അങ്കിൾ കൊണ്ടുപോയിട്ട് വീട്ടിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്തു. ഇതാണ് നിങ്ങൾ താമസിക്കുന്ന വീട്. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ എന്ന് ജിമ്മിൻ പറയാം. ജിന്നും പറയാം. നന്നായിട്ടുണ്ടല്ലോ വീട്. അകത്ത് വന്നു. ഹായ്, ഇവരാണ് ഈ വീട്ടിൻ്റെ ഓണർ. ഇത് അവരുടെ വൈഫ്. ഹായ്. ജിൻ പറയാം. ഹലോ. ഹായ് ആൻറ്റി, ഹായ് അങ്കിൾ, ഹായ്. നിങ്ങൾക്ക് എല്ലാവർക്കും റൂം കാട്ടി. അവിടുത്തെ ജോലിക്കാരോട് വെച്ച് എല്ലാ റൂം കാട്ടി.
വാ, വീട് നന്നായിട്ടുണ്ടല്ലോ ആരോ. അതെ അതെ, നന്നായിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഡിന്നർ കഴിക്കാൻ വന്നു. അങ്ങനെ റൂമും കെട്ടി. ആറാം പറഞ്ഞു ഇവിടെ ബുക്ക് റൂം. ആ സർ, നിങ്ങൾക്ക് എന്താ ചോദിച്ചത്? റൂമുണ്ട്, ഇതാണ് ബുക്ക് റൂം. ആറാം ഷോക്കായി. എന്താ ഇത് ബുക്ക് റൂമാ? ആ ലൈബ്രറി ഞങ്ങൾ ചോദിക്കുക. ലൈബ്രറി ഇവിടെ തന്നെയുണ്ട്. അങ്ങനെ ലൈബ്രറിക്ക് റൂം ഒന്നും ഉണ്ടായിരുന്നു. ലൈബ്രറി. ആറാമക്ക് ഷോക്ക്. എന്താ സർ ഇത്? ആ സർ, ഇതാണ് ലൈബ്രറി. എൻ്റെ മോള് യൂസ് ചെയ്യാൻ പോകുന്നതാണ്. ബുക്കെല്ലാം എവിടെയാണ് ഉള്ളത്? അതാണ് നമുക്ക് ഷോക്ക്. ബുക്ക് പഠിക്കാനോ? അതല്ല, എൻ്റെ മോൾക്ക് എൻ്റർ ടൈം. അതെ, ഇഷ്ടപ്പെട്ട ബുക്ക് എടുത്ത് വായിക്കാം. ആറാമോട് പറയാം. ഓക്കെ, എന്നെ പോലെ ഇൻട്രസ്റ്റ് ഉണ്ട്, ഞാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ ജങ്കുക്ക് ഇങ്ങനെ ബിസി പാട്ട് ഓടിയോണ്ട് ഇങ്ങനെ പറഞ്ഞായിരുന്നു. ബാക്കി മെമ്പേഴ്സെല്ലാം എവിടെ? എല്ലാവരും ഓരോന്ന് ബിസി ആയിരുന്നു. ഇങ്ങനെ സംസാരിച്ചായിരുന്നു. ജങ്കുക്ക് മാത്രം യഥാർത്ഥ പാട്ട് പാടി കളിച്ചായിരുന്നു. റൂം കണ്ടു. ജങ്കുക്ക് ഷോക്കായി പോയി. റൂം നിന്നു. റൂമിന് ഇങ്ങനെ ബഗ്ഗി നോക്കി. അവിടെ വീട് ക്ലീൻ ചെയ്ത് ബെഡ്റൂമിൽ ക്ലീൻ. ഹായ് ആൻറ്റി എന്ത് ചെയ്യാ? ഇല്ലടാ, എൻ്റെ മോള് റൂമാ, അത് ശരിയാക്കുന്നതാ എന്ന് പറഞ്ഞായിരുന്നു. ആ റൂമൊക്കെ വന്നു. ആരുടെ റൂമാ? എൻ്റെ മകളുടെ റൂമാ. അങ്ങനെ ചങ്ങക്ക് എന്ന് മീത്ത നോക്കുമ്പോൾ ഫോട്ടോ കണ്ടു. ചങ്ങക്ക് ഇഷ്ടപ്പെട്ടു പോയി. വാ, ക്യൂട്ടായിട്ടുണ്ടല്ലോ ഗേൾ. പേരെന്താ? അനുവാണ്. ഓ, ആ ടാറ്റോ? ആ, അതെൻ്റെ മോൾ ടാറ്റോ ഇട്ടതാണ്. ഓ, ഇവൾക്ക് ടാറ്റോ ഇഷ്ടമാണോ? അതെ അതെ, ടാറ്റോ ഇഷ്ടമാണ്. അങ്ങനെ പറഞ്ഞു. വാ, ബെഡ്റൂം നന്നായിട്ടുണ്ടല്ലോ. അങ്ങനെ ഇടാത്ത ഫോട്ടോ എല്ലാം കണ്ടു. ചങ്കക്ക് ഏത് പോകാൻ തുടങ്ങി. വീൻ മുട്ടി. എന്താടാ നീ സ്വപ്നം കാണാൻ പോവാ? ഒന്നില്ലടാ, എനിക്ക് വീട്ടിലത്തെ കൊച്ചിനെ ഇഷ്ടപ്പെട്ടു പോയി. ചങ്കക്ക് പറയാം. ഇത് കേട്ട് ജിമ്മി വീക്ക് ഷോക്ക്. എന്താടാ നീ പറഞ്ഞേ? അതെടാ, ഞാൻ ആ കുട്ടീൻ്റെ ഫോട്ടോ യഥാർത്ഥ എടുത്തിടാ, വീട്ട് കാട്ടിടാ. വാവ്, എനിക്ക് ഇഷ്ടപ്പെട്ടു പോയി. എന്താടാ, ഞാനൊക്കെ ഇഷ്ടപ്പെടുക. ശരി ശരി, ഓക്കെ. അങ്ങനെ കൊണ്ട് കുറച്ച് ഡേയ്സായി ട്രിപ്പ് 4 ദിവസം കഴിഞ്ഞ് അങ്ങനെ വന്നു. മോം, ഡാഡ്, പീറ്റേഴ്സ് മെമ്പർ എല്ലാവരും ഒന്ന് ജോലി ചെയ്തിരുന്നു. ആറും ബുക്ക് പഠിച്ച് ലൈബ്രറിയിലുണ്ടായിരുന്നു. അങ്ങനെ ബുക്ക് പഠിച്ച് ലൈബ്രറിയിലുണ്ടായിരുന്നു. അങ്ങനെ ആയിട്ട് മോം ചോദിക്കുക. അതെ, വിയും ജങ്കുക്കും ഒരു ഗെയിം കളിച്ചുകൊണ്ടായിരുന്നു. അങ്ങനെ വിയും ജങ്കുക്കും ജിമ്മിന് യഥാർത്ഥ വന്നു. ഫോൺ അനുസരിച്ച് അങ്ങനെ മുട്ടി അടിച്ചു. രണ്ടുപേരും അടിച്ചു. ജിമ്മി എന്നെ വിയാമ പിടിച്ചു. ജിമ്മി ഫസ്റ്റ് ലുക്കിൽ ഫ്ലാറ്റായി. വാവോ, വാട്ട് എ ബ്യൂട്ടിഫുൾ ഗേൾ പറഞ്ഞായിരുന്നു. അങ്ങനെ കണ്ട് മാറി. അങ്ങനെ നോക്കി ഷോക്കായി പോയി ജിമ്മിനോട്. അയ്യോ, മനസ്സുള്ള ഹീറോയിൻ അനുകരിക്കാം. അയ്യോ, പീറ്റേഴ്സ്, ജിമ്മിനാ, ഇവരെന്താ ഇവിടെ ചെയ്യുന്നത്? എനിക്ക് ഡ്രീം വേണതാ. അങ്ങനെ അനുവിൻ്റെ ഫ്രണ്ട് വന്നു, റോസ് എന്ന് പറയാം. മച്ചി, എന്താ ഇവിടെ നടക്കുന്നത്? ഇയാളുടെ അത് ഇത് കേട്ട് റോസൊക്കെ ഷോക്കായി. ആരാ നീ?